ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സും S&P 500 ഇൻഡെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് പൊതുവേ നില അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 താഴെ തന്നെയാണ് നില ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വന്നിരുന്നു. ലേബർ മാർക്കറ്റ് കണ്ടീഷനും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ സിറ്റുവേഷനും ആണ് അമേരിക്കയിലെ അടുത്ത മീറ്റിങ്ങുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണോ എന്നുള്ള കാര്യം US ഫെഡ് തീരുമാനിക്കാനായിട്ടുള്ള മേജർ ഫാക്ടേഴ്സ് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനുശേഷം ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ ഇഷ്യൂയും മാർക്കറ്റിൽ ചെറിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓവറോൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ബെറ്റർ ആയിരുന്നു. അതേസമയം ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ ഹോളിഡേ ആയിരുന്നു. ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കൊറിയൻ മാർക്കറ്റുകൾ മാത്രമാണ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. 3791.11 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ സിൽവറും ഇന്നലെ പുതിയ 14 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. 44.47 പെർ ഔൺസ് ആണ് ഇന്നലെ സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ 14 ഇയർ ഹൈ. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് ഇന്നലെ മോർണിംഗിലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്ലൈറ്റ്ലി താഴെയാണ്. $3751 പെർ ഔൺസിനാണ് ഇന്നലെ മോർണിംഗിൽ. $3761 പെർ ഔൺസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ സിൽവർ ഇത് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $44 പെർ ഔൺസിനാണ്. ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണ് ഇന്നലത്തെ മോർണിംഗിലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മറ്റ് കമോഡിറ്റികൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും ഇന്ന് മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലാണ് ഇന്ന് മുന്നേറിയിട്ടുള്ളൊരു കമോഡിറ്റി. $67.75 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വർദ്ധിച്ചു വരുന്ന റഷ്യ ഉക്രൈൻ ഇഷ്യൂ തന്നെയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് റഷ്യൻ ഫ്ലൈറ്റുകൾ നാറ്റോ ബോർഡേഴ്സ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ വെടിവെച്ചിടും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനുശേഷം ചെറിയ ഒരു നെർവസ്നെസ് ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ട്. കാരണം റഷ്യയും നാറ്റോയും തമ്മിലൊരു ആക്രമണം ആരംഭിക്കുക എന്നുള്ളൊരു ഭീതിയൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകളിൽ ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കോഷൻ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. ഒപ്പം നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ലോ ആണ്. ഇന്നലെ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത് 88.74 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവേ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ്, H1B വിസാസ് ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്യൂസൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിന് കാരണമാക്കിയിട്ടുള്ളത്. അതേസമയം റെഡ്യൂസ്ഡ് GST റേറ്റ് ആരംഭിച്ചിരുന്നു തിങ്കളാഴ്ച മുതൽ. നല്ല റെസ്പോൺസാണ് ഓട്ടോമൊബൈൽ, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾ രംഗത്തുനിന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യൻ മാർക്കറ്റ്. എന്നിരുന്നാലും ഗ്ലോബൽ സിറ്റുവേഷൻസ് വീണ്ടും ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് സെൻറ്റിമെൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ NTPC ബൾക്കായിട്ട് 700 മെഗാവാട്ട് മുതൽ 1730 മെഗാവാട്ട് വരെയുള്ള സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ്, ന്യൂക്ലിയർ പവർ ജനറേഷന് വേണ്ടിയുള്ള പുതിയ റിയാക്ടേഴ്സാണ്, സ്മോൾ റിയാക്ടേഴ്സാണ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. കാരണം 2047 മുമ്പ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നതാണ്. കറണ്ട് ലെവലിൽ നിന്ന് അറൗണ്ട് 11 ടൈംസ് ഹയർ ആണ് ഈ ഡാറ്റ വരുന്നത്. അപ്പോൾ NTPC ആണ് ഇതിന് വലിയ രീതിയിൽ എക്സ്പാൻഷനിൽ കൂടെ ഇത്തരത്തിലുള്ള സ്മോൾ മോഡൽ റിയാക്ടേഴ്സൊക്കെ അക്വയർ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ PSU ബാങ്കുകളിൽ ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് 20% അത് ഗവൺമെൻറ് 49% വരെ ഉയർത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും PSU ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള
ബാങ്കുകൾ കനറ ബാങ്കിൽ 11.7% ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. SBIയിൽ 11.4% ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ 8.5% ഉണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 7.7% ഉണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 5.7% ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് 20 നിന്ന് 49 ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ PSU ബാങ്കുകളെ സംബന്ധിച്ചും അത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. പ്രൈവറ്റ് ബാങ്കിൽ ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഉള്ളത് 74%. അപ്പോൾ തീർച്ചയായിട്ടും PSU ബാങ്കുകളെ സംബന്ധിച്ച് ഫണ്ട് റേസിങ്ങിനൊക്കെ വളരെ ഈസി ആയിരിക്കും ഇത്തരത്തിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് കൂട്ടുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ Q1 റിസൾട്ട് വളരെ ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിസൾട്ടാണ് സുദർശൻ കെമിക്കൽസിൻ്റേത്. നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം പോസിറ്റീവ് ന്യൂസ് ലോസുള്ള കമ്പനികൾ അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ജനോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോൾ 12 സിറ്റികളിലുണ്ട്. 5 സിറ്റികളിൽ കൂടി വ്യാപിപ്പിക്കാൻ പോവുകയാണ്, ടയർ 2 സിറ്റികളടക്കം. പോസിറ്റീവ് ന്യൂസാണ് അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. ഇൻഫോസിസ് സ്വിറ്റ്സർലൻഡിലെ അവർ ഓൾറെഡി ടൈപ്പ് ഉള്ള ഒരു ടെലികോം കമ്പനിയായിട്ടുള്ള ടൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. AI റിലേറ്റഡ് ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. ഇൻഫോസിസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് സൗത്ത് കൊറിയയിലത്തെ HD കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് കമ്പനി ആയിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ട്. ലാർജ് ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയാണ്. ഇത് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹിൻഡ് ചെയ്തിരുന്ന ഒരു ന്യൂസ് ആയിരുന്നു. തീർച്ചയായിട്ടും കൊച്ചിൻ ഷിപ്പ് യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ദിലീപ് ബിൽഡ്കോൺ 1115.37 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നാണ്. ബജാജ് ഇലക്ട്രിക്കൽസ് മോർഫി റിച്ചാർഡ്സ് ബ്രാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. 146 കോടി രൂപയ്ക്കാണ് അക്വിസിഷൻ. ഇന്ത്യയിലും അതുപോലെ തന്നെ നൈബറിംഗ് കൺട്രീസിലുള്ള സെല്ലിംഗ് റേറ്റൊക്കെയാണ് ഇതിലൂടെ നേടിയിരിക്കുന്നത്. മിൻഡ കോർപ്പറേഷൻ EV കമ്പോണൻസ് കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ് അടുത്ത ധനകാര്യ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിൽ. പോസിറ്റീവ് ന്യൂസാണ്. രാമ സ്റ്റീൽ ട്യൂബ്സ് 7.7 കോടി ഷെയർസ് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 11.25 രൂപ പെർ ഷെയറാണ്. സ്ലോസ് ബാംഗ്ലൂർ ലീല ഹോട്ടൽസ് തന്നെയാണ്. ഇതിൻ്റെ നെയിം ഇന്ന് തൊട്ട് ഒഫീഷ്യലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലീല പാലസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡ് എന്നാണ് ഇന്നു മുതലുള്ള പേര്. അതോടൊപ്പം തന്നെ IPOs ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള IPOs നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന GK എനർജി 93.58 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. അതുപോലെ തന്നെ സാത്വിക് ഗ്രീൻ എനർജി 6.93 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഇപ്പോൾ ഓൺഗോയിങ് ഇഷ്യൂസ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് 3.07 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ് സെക്കൻഡ് ഡേ. ശേഷസായി ടെക്നോളജീസ് 1.02 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ് ഫസ്റ്റ് ഡേ. സോളാർ വേൾഡ് 1.29 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. അതോടൊപ്പം തന്നെ ട്രൂ കളർ 3.15 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ് ആദ്യത്തെ ദിവസം. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന IPOs തന്നെയാണ് ഈ IPOs എല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ഇന്നലെ HDFC മ്യൂച്വൽ ഫണ്ട് വീൽസ് ഇന്ത്യ 709 രൂപ പെർ ഷെയർ വെച്ച് അക്വയർ ചെയ്തിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് ആയിരുന്നു. 3551.19 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2670.87 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഗ്ലോബലി ഒരു ഗ്ലൂമി സിറ്റുവേഷൻ സൃഷ്ടിച്ചേക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി H1 വിസ അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ട്. US ഇന്ത്യ ഡിസ്കഷന് ശേഷം ഇതിൻ്റെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് US ഇന്ത്യ ഡിസ്കഷൻ്റെ ഫൈനൽ ഔട്ട്കം വന്നതിന് ശേഷം മാത്രമാണ് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതുവരെ ഒരു അൺസർട്ടനിറ്റി ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.